ഇ-ഹെൽത്ത് പദ്ധതി നടത്തിപ്പ് പൂർണ്ണമായും തദ്ദേശ വകുപ്പിന് നൽകാൻ ആരോഗ്യവകുപ്പിന്റെ നീക്കം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കണമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? രജനി, ഇ-ഹെൽത്ത് പദ്ധതി ആരോഗ്യവകുപ്പ് വലിയ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പദ്ധതിയാണ്. മുൻ മന്ത്രി കെ ശൈലജയുടെ കാലത്താണ് ഈ ഒരു ഇ-ഹെൽത്ത് പദ്ധതിക്ക് രൂപം നൽകുന്നത്. അതായത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓൺലൈനുമായി ബന്ധിപ്പിക്കുക. അതായത് ഒരാൾ ആശുപത്രിയിലേക്ക് എത്തി അയാളുടെ ചികിത്സ കഴിഞ്ഞ് തിരികെ പോകുന്നത് വരെയുള്ള എല്ലാ വിവരങ്ങളും ഓൺലൈനായി റെക്കോർഡ് ചെയ്യും. മാത്രമല്ല, ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള പല ആളുകൾ ഈ ഡോക്ടർമാരെ കാണുന്നതിന് വേണ്ടി എത്തുന്ന സമയത്ത് തിരക്ക് കാരണം കാണാൻ കഴിയാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഓൺലൈനായി ഡോക്ടറെ കാണുന്നതിന് വേണ്ടി അപ്പോയിന്റ്മെന്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. മറ്റു തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ഒരു രോഗിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഓൺലൈനായി ശേഖരിച്ചുകൊണ്ട് അവർക്കുള്ള സേവനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കുക. ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് സംസ്ഥാനത്ത് ഇ-ഹെൽത്ത് പദ്ധതിക്ക് ആരോഗ്യവകുപ്പ് രൂപം നൽകിയത്. അത് സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായി എന്ന് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ അത് വലിയ നേട്ടമായി അവതരിപ്പിക്കുകയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇ-ഹെൽത്ത് പദ്ധതിയുടെ നടത്തിപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഈ ആരോഗ്യ വകുപ്പിലാണെങ്കിലും മറ്റ് വകുപ്പുകളിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ പോലും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് ഏതാണ്ട് പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇ-ഹെൽത്ത് പദ്ധതിയുടെ നടത്തിപ്പിന് തദ്ദേശ വകുപ്പിന് കൈമാറാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ഇതിന്റെ നടത്തിപ്പ് തദ്ദേശ വകുപ്പിന് നൽകുക, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിന്റെ എല്ലാ നടത്തിപ്പും തദ്ദേശ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇ-ഹെൽത്തിന്റെ ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കത്ത് പരിശോധിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കുകയുണ്ടായി. ആ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം, ഇ-ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകളൊക്കെ തന്നെ തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും തുക വിനിയോഗിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതായത് ഈ കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നത്, അതിന്റെ കണക്ടിവിറ്റി, തുടർന്നുള്ള ആവർത്തന ചിലവുകൾ, ഇതെല്ലാം തന്നെ തദ്ദേശ വകുപ്പ് വഹിക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് വഹിക്കണം എന്നുള്ളതാണ്. ഇത് ആരോഗ്യ വകുപ്പിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇത് തദ്ദേശ വകുപ്പിന് മേൽ നൽകിയത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ നിലവിൽ ഏതാണ്ട് മുടങ്ങിയൊരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരുണ്യ പദ്ധതി ഉൾപ്പെടെ. ഇത് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയൊക്കെ സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്തരത്തിൽ കാരുണ്യ ആരോഗ്യ പദ്ധതി. ഇതെല്ലാം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം മുടങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ഇ-ഹെൽത്ത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അതിന്റെ ചിലവുകളെല്ലാം തദ്ദേശ വകുപ്പ് വഹിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ-ഹെൽത്ത് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകുകയും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തത്. രശ്മി, അവിടെ പറയുമ്പോൾ ഈ തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് ഈ ഇ-ഹെൽത്ത് പദ്ധതി നടത്തിപ്പ് പൂർണ്ണമായി നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശമൊക്കെ തന്നെ വയ്ക്കുമ്പോൾ എവിടെയാണ് തദ്ദേശ വകുപ്പിന് തനത് ഫണ്ട് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. അപ്പം ഈ പദ്ധതിയും നേരത്തെ രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളത്തിലാകാനുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും പദ്ധതി നിലയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ ഇ-ഹെൽത്ത് പദ്ധതി മാത്രമല്ല, മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാർക്ക് ആശ്രയമായിട്ട് വലിയ നേട്ടമായി സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായി അവതരിപ്പിച്ച മിക്ക പദ്ധതികളും ഏതാണ്ട് നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം തന്നെയാണ്. തദ്ദേശ വകുപ്പിന്റെ കയ്യിലും പണമില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നതിന് വേണ്ടി തദ്ദേശ വകുപ്പ് ധനവകുപ്പിനോട് പണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനുള്ള പണം പോലും ധനവകുപ്പ് അനുവദിച്ചിരുന്നില്ല. ഈ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു, ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം ഈ കൊതുകുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മെഷീൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലും പലയിടങ്ങളിലും കേടായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്നും മാറ്റി പുതിയത് നൽകാനോ അല്ലെങ്കിൽ കേടുവന്ന മെഷീനുകൾ ഒന്ന് പുതുക്കാനോ ഇതിനൊന്നും തന്നെ പണം അനുവദിക്കുന്നില്ല സർക്കാർ. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. തദ്ദേശ വകുപ്പ് പോലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തനത് ഫണ്ടിൽ നിന്നും ഇ-ഹെൽത്തിന്റെ ചിലവുകൾ, അതും ഈ തദ്ദേശ വകുപ്പ് ഒരു ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം, ആവർത്തന ചിലവുകൾ തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് ഉൾപ്പെടെ അനുവദിക്കാനാകില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. കാരണം അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ ഇതേ രീതിയിൽ നിലയ്ക്കുകയാണ്. ഇപ്പോൾ
ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാരുണ്യ പദ്ധതി, കാസ്പ്, സംസ്ഥാനത്തെ ആശുപത്രികളുടെ ഒരു ശോചനീയ അവസ്ഥ, ആശുപത്രികൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല, ജീവനക്കാരുടെ, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ്, പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രികൾ മുൻകരുതൽ സ്വീകരിക്കുന്നത്, ICU, വെന്റിലേറ്റർ, കിടക്കുകൾ, മരുന്നുകളുടെ ലഭ്യത, ഇതൊന്നും തന്നെ ആരോഗ്യവകുപ്പിന് അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒരു വശത്ത് സർക്കാർ യഥേഷ്ടം ധൂർത്ത് തുടരുന്നു. നവകേരളം, കേരളീയം, അതോടൊപ്പം തന്നെ ലോക കേരള സഭ, വിദേശയാത്രകൾ, ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു വശത്ത് യഥേഷ്ടം ദൂർത്ത് നടത്തുന്നു, മറുവശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ കാരണം രശ്മി പറഞ്ഞതുപോലെ തന്നെ പല പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പണങ്ങൾ ചെലവഴിക്കുന്നു, ഒപ്പം വിദേശയാത്രകളൊക്കെ തന്നെ നടത്തുന്നു. അവിടെ അങ്ങനെയൊക്കെ പണം വഴിവിട്ട് ചെലവഴിക്കുന്ന സർക്കാരിന് എന്തുകൊണ്ട് ഈ ഒരു ഹെൽത്ത് പദ്ധതി നടത്തിപ്പിനുള്ള തുക കണ്ടെത്തുവാൻ കഴിയാത്തത്? അല്ലെങ്കിൽ ധനവകുപ്പിനോട് ഇക്കാര്യം ആവശ്യപ്പെടാം. അതൊന്നും ചെയ്യാതെ ഘടകാരസ്ഥതയിൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു വകുപ്പായ തദ്ദേശ വകുപ്പിനാണ് ഈ നടത്തിപ്പിന്റെ അല്ലെങ്കിൽ ഈ ഹെൽത്ത് പദ്ധതിയുടെ നടത്തിപ്പ് പൂർണ്ണമായും ഏൽപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നിലവിലെ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശോചനീയമായിട്ടുള്ള സാഹചര്യമാണ്. ധനവകുപ്പിനോട് ആവശ്യപ്പെടാമെന്നുള്ളത് പലതവണ ആരോഗ്യവകുപ്പ് ഫണ്ട് അനുവദിക്കണം, പല കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ധനവകുപ്പ് കൃത്യമായി പണം അനുവദിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ധനവകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നത്. അതായത് കാരുണ്യ പദ്ധതിക്ക് വേണ്ടി തുക അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. 100 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം. അത് വലിയ നേട്ടമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാരുണ്യ പദ്ധതിയുടെ കുടിശ്ശിക ഇനത്തിൽ സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ളത് 1000-ലധികം കോടി രൂപയാണ്. അത്രമാത്രം കുടിശ്ശിക ഉള്ളപ്പോഴാണ് വെറും 100 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ പല തവണ ഈ ധനവകുപ്പിന് കത്ത് നൽകിയിട്ടും പണം അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഈ പലതവണ പല പദ്ധതികൾക്കും വേണ്ടി പണം ആവശ്യപ്പെട്ട് നൽകാത്തതിനെ തുടർന്ന് ഇതൊക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് മറ്റു വകുപ്പുകൾക്ക് നൽകി രക്ഷപ്പെടുക എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹെൽത്ത് പദ്ധതി. ഈ ഹെൽത്ത് പദ്ധതി ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ്. വലിയ നേട്ടമായി ആരോഗ്യമന്ത്രി, മുൻ ആരോഗ്യമന്ത്രിയൊക്കെ അവതരിപ്പിച്ച ഒരു പദ്ധതി കൂടിയാണ്. ആ പദ്ധതിയുടെ നടത്തിപ്പാണ് തദ്ദേശ വകുപ്പിനെ ഏൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഈ ഹെൽത്ത് ഡയറക്ടർ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും തദ്ദേശ വകുപ്പും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം വളരെ സംശയമാണ്. കമ്പ്യൂട്ടറുകൾ പുതുതായി വാങ്ങുക, അതിന്റെ കണക്ടിവിറ്റി, ആവർത്തിച്ചുണ്ടാകുന്ന ചിലവുകൾ, ഇതെല്ലാം തന്നെ തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അറിയില്ല. ആവർത്തന ചിലവുകൾ ഉൾപ്പെടെ വഹിക്കാനാകില്ല എന്നുള്ളത് തദ്ദേശ വകുപ്പ് തന്നെ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനത്ത് ഈ പകർച്ചവ്യാധി ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ മുൻകരുതൽ നടപടികൾ പോലും സ്വീകരിക്കാനുള്ള പണം ആരോഗ്യവകുപ്പിന്റെ പക്കലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഒരു പദ്ധതി കൂടെ പാഴാകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഈ ഹെൽത്ത് പദ്ധതി നടത്തിപ്പ് പൂർണ്ണമായും തദ്ദേശ വകുപ്പിന് നൽകാൻ ആരോഗ്യവകുപ്പിന്റെ നീക്കമുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.